സംസ്ഥാനത്ത് ഒരിടവേളയ്ക്കു ശേഷം മഴ കനക്കുകയാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു. തിരുവനന്തപുരത്ത് മണിക്കൂറുകളോളം മഴ തുടർന്നതോടെ കളക്ടർ ജെറോമിക് ജോർജിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗവും ചേർന്നു. ശബരിമലയിലും ശക്തമായ മഴയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ജിബിൻ ജെബിയും ഒപ്പം സന്നിധാനത്ത് നിന്ന് ആദിത്യൻ ഓമനക്കുട്ടനും ചേരുന്നുണ്ട്. ആദ്യം ആദിത്യനിലേക്ക് പോവുകയാണ്. ഈ ശബരിമലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ശബരിമലയിൽ മഴ എങ്ങനെയാണ്? നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? സേതു, ആദ്യ ദിവസങ്ങളിൽ നമ്മൾ നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത് ശബരിമലയിൽ തിരക്കിനെ അത് സാരമായി ബാധിച്ചിരുന്നു. വളരെ തിരക്ക് കുറവായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ആദ്യ ദിനങ്ങളിൽ 1,00,000-ഓളം ഭക്തർ എത്തിയ സ്ഥാനത്ത് കനത്ത മഴയും പ്രതികൂല ഒരു സാഹചര്യവും കാരണം, കാലാവസ്ഥയും കാരണം നന്നേ കുറഞ്ഞിരുന്നു. അതിന് സമാനമായ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പത്തനംതിട്ട ജില്ലയിലെ ആ കനത്ത മഴ ശബരിമലയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മഴ തുടങ്ങിയത്. ആദ്യം നേരിയ മഴയായിരുന്നു, ചാറ്റൽ മഴ, പക്ഷേ തോരുന്നുണ്ടായിരുന്നില്ല. തുടരെ പെയ്യുന്നുണ്ടെങ്കിലും ചെറിയ മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5 മണിക്ക് ശേഷം, 5:30-ക്ക് ശേഷം മഴ ശക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ശക്തി പ്രാപിച്ച് തോരാത്ത വലിയ മഴയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ 18-ാം പടിയിലൊക്കെ ഉൾപ്പെടെ പോലീസ് അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. എത്രയും തിരക്ക് കൂടുതലായി വരുന്ന സമയത്ത്, ദീപാരാധന സമയത്ത് ഭക്തരെ കയറ്റി വിടുന്നത്, പ്രത്യേകിച്ചും കാനനപാതയിലൂടെയുള്ള യാത്രയാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള തീർത്ഥാടനം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മഴയത്ത് ഈ മുന്നറിയിപ്പുകളൊക്കെ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ മല കയറേണ്ടി വരിക, അല്ലെങ്കിൽ അതൊരു ദുഷ്കരമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് അത് കടക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ എന്നാലും ഭക്തർക്ക് അതൊരു പ്രശ്നമല്ല. കല്ലും മുള്ളും താണ്ടിയുള്ള യാത്രയാണ് ശബരിമല എന്ന് പറയുന്നത് പോലെ ഭക്തർ ആയിരങ്ങൾ ഈ മഴയെ അവഗണിച്ചും സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്, മല ചവിട്ടി എത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ കാരണം തിരക്ക് കുറഞ്ഞത് അത് വരുമാനത്തെയൊക്കെ ബാധിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും തിരക്ക് കൂടി 1,00,000-ൽ പരം തിരക്കെത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തിരക്ക് കൂടിയ ഒരു അവസ്ഥയിൽ വരുമാനമൊക്കെ വീണ്ടും നല്ല നിലയിലേക്ക് എത്തുമോ, വരുമാനമൊക്കെ മെച്ചപ്പെടുമോ എന്നൊരു നിലയിലേക്ക് ഇരുന്നതാണ്. അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും മഴ എത്തിയിരിക്കുന്നത്. തുടരെയുള്ള മഴയാണ്, ശക്തമായ മഴ തുടരുകയാണ്. അത് തീർത്ഥാടനത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനെയും ബാധിക്കുന്നുണ്ട്. സേതു, ശരി ആദി, നമുക്ക് ജിബിൻ ജെബിയിലേക്കും കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ, തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. ഈ മഴ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയല്ല, ഇടവേളകളിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സ്ഥിതിവിശേഷം, തിരുവനന്തപുരം തലസ്ഥാന ജില്ലയിലെ സ്ഥിതിവിശേഷം, പ്രത്യേകിച്ച് കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉന്നതതല യോഗം, അവലോകന യോഗമൊക്കെ ചേർന്നിരിക്കുന്നു. എന്തൊക്കെയാണ് എടുത്ത തീരുമാനങ്ങൾ? തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ രാത്രിയോട് കൂടി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴാണ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഒരു ശമനം ഉണ്ടായിരിക്കുന്നത്. എന്നാലും ജില്ലയിൽ ഇപ്പോഴും ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ, ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു അടിയന്തര യോഗം കൂടിയത്. മേയർ ആര്യ രാജേന്ദ്രനും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള നടപടികളും അവർ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തിൽ 3 തവണയാണ് തിരുവനന്തപുരം നഗരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഗൗരീശപട്ടം, കണ്ണമൂല ഭാഗങ്ങളൊക്കെ തന്നെ ചെറിയ മഴ പെയ്താൽ പോലും ഒറ്റ രാത്രി കൊണ്ട് വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയായിരുന്നു. ഇത്തരത്തിൽ മഴ ഇനിയും ഇന്ന് രാത്രിയും ഇതുപോലെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രിയും അതുപോലെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുന്നതിനും വെള്ളത്തിൻ്റെ ഒഴുക്ക് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നെയ്യാർ ഡാമിൻ്റെ 4 ഷട്ടറുകൾ ഇപ്പോൾ 60 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ മലയോര മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കുണ്ട്. മങ്കൈ, മെക്കോ, ടൂറിസം, പൊന്മുടി പോലുള്ള ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്.